നമ്മുടെ മനസ്സ് ശാന്തമാകണമെങ്കിൽ ചിന്തകൾ ശാന്തമാകണം. ചിന്തകൾ ഉണ്ടാകുമ്പോൾ, അത് ശക്തമാകുമ്പോൾ, അതിനെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകില്ല. പുണ്യം നിറഞ്ഞ വഴികളിലൂടെ നടന്ന പുണ്യാത്മാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വേദനിക്കരുത്. ആ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അതിനെ നിരീക്ഷിക്കുക. ചിന്തകൾ നൽകുന്ന ഭയങ്ങളെ, ഉത്കണ്ഠകളെ, സന്തോഷങ്ങളെ, അതേപോലെ ചിന്തകൾ നൽകുന്ന വേദനയെ എല്ലാം നിരീക്ഷിക്കുക. ആഴത്തിലുള്ള നിരീക്ഷണം അവിടെ ഉണ്ടാകുമ്പോൾ ചിന്തകൾ അടങ്ങുകയും നമ്മുടെ മനസ്സ് ശാന്തമാവുകയും ചെയ്യും. ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിനെ നിരീക്ഷിക്കുക, പൂർണ്ണമായിട്ടും നിരീക്ഷിക്കുക. നമ്മൾ നടക്കുകയാണെങ്കിൽ നിരീക്ഷിക്കുക, അതേപോലെ ആഹാരം കഴിക്കുകയാണെങ്കിൽ, അതേപോലെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഏതൊരു പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് ആ സമയത്ത് ആ പ്രവൃത്തിയെ നിരീക്ഷിക്കുക. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ നിരീക്ഷിക്കുക, മനസ്സിൻ്റെ അവസ്ഥയെ നിരീക്ഷിക്കുക, ചിന്തകളെ നിരീക്ഷിക്കുക, വികാരങ്ങളെ നമ്മൾ നിരീക്ഷിക്കുക. അതേപോലെ ചില സമയത്ത് നമുക്ക് കോപമുണ്ടാകും, വിദ്വേഷം ഉണ്ടാവും, വെറുപ്പുണ്ടാവും, അസൂയ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാകുമ്പോഴും അതിനെ നമ്മൾ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. ഒരു കാഴ്ചക്കാരനായിട്ട് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വേദനിക്കും. വേദനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേദനയെ ശ്രദ്ധിക്കുക. ആ സമയത്ത് ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, നമ്മുടെ ചിന്തകളുടെ അവസ്ഥ എങ്ങനെയാണ്, വികാരങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്, നമ്മുടെ വേദന ഏത് രീതിയിലാണ്, ആഴത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ആ കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ അത്ര ശക്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങില്ല, നമ്മളെ അത് വേദനിപ്പിക്കില്ല. അതേപോലെ ഒരാൾ നമ്മളെ അപമാനിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആ ചിന്തകളിലും വികാരങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് ആഴത്തിൽ ശ്രദ്ധിക്കുക. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്നു, നിങ്ങളെക്കുറിച്ച് ആളുകൾ അപവാദം പറയുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആ അസ്വസ്ഥതയെ ആഴത്തിൽ ശ്രദ്ധിക്കുക. അതിൻ്റെ ആഴം എത്ര കണ്ട് ഉണ്ടാകുന്നുവോ അത്ര കണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാവും. നമ്മൾ ഒരു നഗരത്തിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് വാഹനങ്ങളുണ്ട്, ആളുകളുണ്ട്, തിരക്കുകളുണ്ട്. ആ സമയത്ത് നമ്മൾ അസ്വസ്ഥരായെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള അസ്വസ്ഥതയെ ശ്രദ്ധിക്കുക. ആ വാഹനങ്ങളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക, ആളുകളുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. വെറുതെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. അതിനെ ഒരു കാഴ്ചക്കാരനായിട്ട് കാണുക. നമ്മൾ സ്വസ്ഥമായി ശാന്തമായിട്ട് ഒരിടത്ത് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ പ്രകൃതിയുടെ മനോഹരത നമ്മൾ ആസ്വദിക്കുകയാണ്. അവിടെ സൂര്യാസ്തമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും വികാരങ്ങളിലും എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ആ ശ്രദ്ധയ്ക്ക് ആഴമുണ്ടാവുമ്പോൾ, നിരീക്ഷണത്തിന് ആഴമുണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് അത്ര കണ്ട് ഒഴിഞ്ഞ് ഇരിക്കും. അവിടെ മനസ്സ് നിശ്ചലമാണ്. ആ നിശ്ചലതയിൽ നമുക്ക് അവിടെ ഇരുന്നത് കൊണ്ട് തന്നെ ആ പരമമായിട്ടുള്ള ആ ഒരു ശാന്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതേപോലെ നമ്മൾ വിജനമായ ഒരു വീതിയിലൂടെ നടന്നു പോവുകയാണ്. വലിയ മരങ്ങൾ തണലേകിയിട്ട് ഇരുവശങ്ങളിലുമുണ്ട്. ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ പക്ഷികളുടെ ശബ്ദമുണ്ട്. നടന്നു പോകുമ്പോൾ ഓരോ ചുവടും നമ്മൾ ശ്രദ്ധയോടെ വെക്കുന്നു. ആ സമയത്ത് ആ തണൽ, അതിൻ്റെ തണുപ്പ് എല്ലാം നമ്മൾ അനുഭവിക്കുന്നു.
പക്ഷികളുടെ ശബ്ദം നമ്മൾ കേൾക്കുന്നു. പൂർണ്ണമായിട്ടും അവബോധം, ശ്രദ്ധ, നിരീക്ഷണം അവിടെ നമുക്ക് ഉണ്ടാകുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സ് സ്റ്റില്ലാണ്. ആ സമയത്ത് നമുക്ക് പരമമായിട്ടുള്ള ഒരു ശാന്തി അനുഭവിക്കാൻ കഴിയും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ധ്യാനം എന്ന് പറയുന്നതിൽ വെറും കണ്ണടച്ച് ഒരിടത്തിരിക്കുന്നത് മാത്രമല്ല ധ്യാനം. നമ്മൾ ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ, അവബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ അത് ധ്യാനമായിട്ടാണ് മാറുന്നത്. അതേപോലെ ചില സമയത്ത് നമ്മുടെ മനസ്സിൽ നിഷേധാത്മകമായ ചിന്തകൾ വല്ലാതെ നിറയും. അപ്പോൾ സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഒരിടത്ത് ഇരിക്കുക. എന്നിട്ട് ഒരു കാഴ്ചക്കാരൻ ഒരു കാഴ്ചയെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ ശ്രദ്ധിക്കുക, നോക്കുക, ആഴത്തിൽ അതിനെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക. അല്പസമയത്തെ ആ ശ്രമം കൊണ്ട് നമ്മുടെ ശരീരവും മനസ്സും ശാന്തമാവും. ശരിക്ക് ആ അവസ്ഥ ധ്യാനത്തിൻ്റെ അവസ്ഥയാണ്. അതായത് നമ്മൾ ഏത് ലോകത്താണെന്നറിയാത്ത ഒരവസ്ഥ. അതായത് ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും നമ്മളെ സ്പർശിക്കുന്നില്ല. ആ സ്പർശിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ നിരീക്ഷണം നമ്മളെ എത്തിക്കുന്നത്. അതേപോലെ നമ്മൾ ഇത് ഒരു കാര്യം നമ്മൾ കേൾക്കുക. ആ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊരു സംഗീതം കേൾക്കുകയാണ്, അത് ലയിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ചിന്തകളുടെ അവസ്ഥ ഏത് രീതിയിലാണ്? അവിടെ വികാരങ്ങളുടെ അവസ്ഥ ഏത് രീതിയിലാണ്? അങ്ങനെ നിരന്തരം ഈ ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് നമ്മളോട് ഒരു ശ്രദ്ധ ഉണ്ടാവണം. നമ്മൾ പറയുന്ന വാക്കിനോട്, നമ്മൾ കേൾക്കുന്ന സംസാരത്തോട്, പ്രവൃത്തിയോട്, എല്ലാത്തിനോടും ഒരു പൂർണ്ണ ശ്രദ്ധ. ഈ ശ്രദ്ധ നമുക്ക് എത്ര കണ്ട് ഉണ്ടാകുന്നോ അത്ര കണ്ട് നമ്മുടെ മനസ്സ് ഒഴിഞ്ഞിരിക്കും. ഇപ്പം നിത്യജീവിതത്തിൽ ചെയ്യുന്ന എത്ര നിസ്സാരമായ പ്രവൃത്തി പോലും ചെയ്യുമ്പോൾ ഒപ്പം നമ്മളെ ഒന്ന് നിരീക്ഷിക്കണം. ആ പൂർണ്ണമായിട്ടും ആ പ്രവൃത്തിയിൽ നമ്മൾ അലിഞ്ഞ് ചേരണം. അതായത് നമ്മുടെ പ്രവൃത്തികൾ ധ്യാനമായിട്ട് മാറണം. ധ്യാനമായിട്ട് നമ്മൾ പ്രവൃത്തി മാറണമെങ്കിൽ ആ പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ട് നമ്മൾ അലിഞ്ഞ് ചേരണം. അപ്പോൾ ആ പ്രവൃത്തിയിൽ പൂർണ്ണമായും നമ്മൾ അലിഞ്ഞ് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, അതുപോലെ ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും അവസ്ഥ ഏത് രീതിയിലാണ്? നിരന്തരം ആ ഒരു ശ്രദ്ധയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയും അലഞ്ഞ് തിരിയേണ്ട ആവശ്യമില്ല. ഈ സമാധാനം നമുക്കൊപ്പം ചേർന്ന് നിൽക്കും. ഈ ശ്രദ്ധയോടെയുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടായാൽ മതി. എത്ര കണ്ട് ഈ ശ്രദ്ധ, ഈ നിരീക്ഷണം, അവബോധം നമുക്കുണ്ടാകുന്നുവോ അത്ര കണ്ട് നമ്മുടെ മനസ്സ് ഈ നിമിഷത്തിലാണ്, വർത്തമാനകാലത്തിലാണ്. മനസ്സ് ഈ നിമിഷത്തിലാകണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ പൂർണ്ണമായിട്ടും അവബോധത്തോടെ ചെയ്യണം. ഈ അവബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ ആരും നമ്മളെ ശല്യപ്പെടുത്താൻ ഉണ്ടാവില്ല. ശരിക്കും സൂക്ഷ്മമായ ശ്രദ്ധയിൽ നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നത് നമ്മൾ തന്നെയാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സാഹചര്യത്തെയോ നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളെയോ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. മറ്റൊരാൾ എന്നെ വേദനിപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ വേദന വരുമ്പോൾ തന്നെ വേദനയെ ആഴത്തിൽ നിരീക്ഷിക്കുമ്പോൾ ആ വേദന തണുക്കുന്നതായിട്ട്, നമ്മളിൽ നിന്ന് അകലുന്നതായിട്ട് നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം.
അങ്ങനെ ഒരുക്കി കൊടുത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശാന്തരാകുന്നത്. അതിന് ജീവിക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ